നിങ്ങളുടെ ഉള്ളിൽ ഇതൊന്നും അല്ലാത്തൊരു വിക്രമുണ്ട്. ആ വിക്രമിനെ ഞാൻ വലിച്ചു പുറത്തിടും. എന്റെ കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് അവര് വലിയൊരു സർപ്രൈസ് തന്നു. അതായത് ഞാൻ പോലും ശരിക്കും ഞെട്ടി, ഞാൻ ഇമോഷണൽ ആയിപ്പോയി. അങ്ങനത്തെ ഒരു സർപ്രൈസ് തന്നു. അതായത് മുംബൈയിലെ കുറച്ച് ഓർഫനേജിലുള്ള പിള്ളേർക്ക് അവർ ഫുഡ് ബർത്ത്ഡേയുടെ അന്ന് ഫുഡ് കൊടുത്തു. എന്റെ വലിയ ഫ്ലെക്സ് ഒക്കെ അവർക്ക് ഫുഡ്, അതായത് അവിടെ ചേരിയിലൊക്കെ ഉള്ള കുറെ കുട്ടികളാണ്, അമ്മയും അച്ഛനൊന്നും ഇല്ലാത്ത. അപ്പൊ അവർക്ക് ഒരു നേരത്തെ ഫുഡ്, ബിരിയാണി, വെള്ളം, ഐസ്ക്രീം ഒക്കെ വെച്ച് ഒരു അന്നദാനം പോലെ അന്ന് നടത്തിയത്. ഒരു മഴനൂലിൽ കനവുകൾ നെയ്യും കാലം പോലെ. താടിയും അത്യാവശ്യം ഒരു മാൻലി ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സ്വീറ്റ് ആണ്, ഫ്ലേർട്ടിഷ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒറിജിനലി അങ്ങനെ അറിഞ്ഞൂടാ. നമ്മളെ എന്റെ അഡ്മിറ്റ് ചെയ്യൂ ഡയറക്ടർ എന്നെ ഇടയ്ക്ക് കളിയാക്കിട്ട് വിളിക്കും. ശ്രീകാന്ത് അല്ല, ശ്രീകാന്ത് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു മഴനൂലിൽ കനവുകൾ നെയ്യും കാലം പോലെ. ഇപ്പം ഈ ഷൂട്ടിന്റെ ഇടയിൽ ശ്രീകാന്തിന് ഗേൾ ഫ്രണ്ട്സിനെ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഉണ്ട്. എനിക്കിപ്പോ ഗേൾ ഫ്രണ്ട് ഞാൻ സിംഗിൾ ആണ്. ഹായ്, ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഔറോറ മീഡിയ നെറ്റ്വർക്കിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സ്വാഭാവികം നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ പരിചയപ്പെടുന്ന പരിപാടിയാണ്. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിക്രം വേദയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും വിജയ് സേതുപതിയും മാധവനായിരിക്കും വരിക. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് ക്യൂട്ടായിട്ടുള്ള രണ്ട് കപ്പിൾസാണ്. അപ്പം പവിത്രം സീരിയലിലെ വളരെ എൻതൂസിയാസ്റ്റിക്, എനർജറ്റിക്, ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുള്ള വിക്രം വേദയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. നമസ്കാരം. എങ്ങനെ പോകുന്നു ലൈഫ്? അടിപൊളി. വിക്രം വേദ, ഈ ഒരു കോമ്പിനേഷൻ, ഹൗ ഡു യു ഫീൽ ബോത്ത്? ശരിക്കും ഞങ്ങള് ചില സമയത്ത് പറയാറുണ്ട് നമ്മള് വിക്രം വേദയായിട്ട് മാറുന്നുണ്ടോ. കാരണം ഇന്നലെ ഡിസ്കസ് ചെയ്തു. കാരണം നമ്മൾ ഈ ക്യാരക്ടറിലോട് അങ്ങനെ പോകുന്ന സമയത്തേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവത്തിലും ചില, ഇപ്പൊ സുരഭി പറയാറുണ്ട്, ഞാൻ ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് ഇതുപോലെ ഇങ്ങനെ ചില ഡയലോഗ്സ് ഒക്കെ അടിക്കാറുണ്ട്. അപ്പോൾ ഈ 15 നമ്മള് ഷൂട്ട് ഇങ്ങനെ 2 weeks 3 weeks ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അതൊന്ന് സ്വിച്ച് ആയി വേദ ചിലപ്പോഴൊക്കെ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ വേദന സുരഭിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട്. സോ അത്രയ്ക്കുമാണ് ഈ ക്യാരക്ടർ നമ്മളിലോട്ട് ചേർന്നിരിക്കുന്നത്. സോ അതാണ്. പിന്നെ ആളുകൾക്കും നമ്മുടെ കെമിസ്ട്രി, ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയും നിങ്ങളുടെ സീൻ നല്ല രസമാണ്, നിങ്ങളുടെ സീൻസിന്റെ കാണാൻ ഭയങ്കര രസമെന്ന് പറയും. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷം, അവര് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഒന്നാമത് നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കാണ്, അല്ലാണ്ട് വേറെ പ്രോഗ്രസ് ഒന്നും ഇല്ല. ടോം ആൻഡ് ജെറി ഗെയിം ആണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ആളുകൾക്ക് ഇഷ്ടമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അത് അതിന്റെ സ്ക്രിപ്റ്റിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഉള്ള ഇതുകൊണ്ടാണ് അത് ആളുകൾ എൻജോയ് ചെയ്തിരിക്കുന്നത് എപ്പോഴും. ഇപ്പം നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയും. അപ്പം സീരിയൽ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ലിവ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ചിലപ്പോൾ അത് 1 വർഷമായിരിക്കും, ചിലപ്പോൾ 1.5 വർഷമൊക്കെ ആയിരിക്കും. അപ്പം വിക്രം വേദ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ സ്ക്രിപ്റ്റ് റൈറ്റർ ബിൽഡ് ചെയ്തു. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കാൻ എത്ര എഫേർട്ട് എടുത്തു? ഐ മീൻ എത്ര സമയം എടുത്തു? അല്ല അതിനുള്ളൊരു മേക്ക് ഓവർ എങ്ങനെയാണ്? നമ്മള് ഇതിന്റെ ഫസ്റ്റ് നമ്മുടെ ഒരു സ്ക്രീനിങ്ങും പരിപാടികളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കതിന്റെ ക്യാരക്ടറിന്റെ ഏകദേശം സ്വഭാവവും ഇതൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ വേറെ തമിഴും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് പല സാധനങ്ങളും ഇവിടെ. ആ ക്യാരക്ടറൈസേഷനൊക്കെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഗിരീഷ് സാറും സുനിൽ സാറൊക്കെ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിത് പതുക്കെ അവർ ചില ചേഞ്ച് പറയടാ, ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ നമ്മൾ അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. പിന്നെ സീരിയലാകുമ്പോൾ പറയാം, നമ്മൾ ഒരു ദിവസം കുറച്ച് അധികം സീനുകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് പഠിച്ചിട്ട് ചെയ്യാനുള്ളൊരു ടൈമില്ല. എന്നാൽ പോലും ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നു,
പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് ചെയ്യുന്നു. അതാണ്. സുരഭിക്കോ? ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷമായി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏത് ക്യാരക്ടറും നമ്മൾ ചെയ്യുമ്പോഴും ആ ക്യാരക്ടർ കുറച്ചൊക്കെ നമ്മളുടെ കൂടെ മാച്ചായി ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണും, കുറച്ചൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സുരഭി എങ്ങനെയാണോ വേദ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ സിമിലറാണ്, ഇതൊക്കെ സിമിലർ അല്ല. സോ ആ സിമിലർ അല്ലാത്ത ഇത് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അൺനാച്ചുറൽ ആയിട്ട് തോന്നുന്നത്, അത് ഒരു ഓക്വേർഡ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതിൽ നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ അല്ലാതെ നമ്മളുടെ ക്യാരക്ടർ സിമിലർ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് അത് നാച്ചുറലി വരും. അപ്പം എത്ര പെർസെന്റേജ് വിക്രം കൊണ്ട് എത്ര പെർസെന്റേജ് വേദയുണ്ട്? ഐ മീൻ റിയൽ ലൈഫിൽ ശ്രീകാന്തിലും എന്റെ ക്യാരക്ടറിലൊരു 30% അല്ലെങ്കിൽ 25% ഒക്കെ വിക്രം ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ട്, വരുന്ന സ്വഭാവമാണ്. ഞാൻ ഇവിടെ ഉള്ളവർക്കും ചിലപ്പോൾ അത് ഇതായില്ല. പക്ഷെ എന്നാ പോലെ എനിക്ക് പെട്ടെന്ന് ഷോർട്ട് വിടും. അപ്പൊ വിക്രം അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ചില സാധനങ്ങള് താടിയും അത്യാവശ്യം ഒരു മാൻലി ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സ്വീറ്റ് ആണ്, ഫ്ലേർട്ടിഷ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒറിജിനലി അങ്ങനെ അറിഞ്ഞൂടാ. എന്റെ അഡ്മിറ്റ് ചെയ്യൂ. ഡയറക്ടർ എന്നെ ഇടയ്ക്ക് കളിയാക്കിട്ട് വിളിക്കും, ശ്രീകാന്ത് അല്ല ശ്രീകാന്താണെന്ന് പറഞ്ഞിട്ട്. ഒരു ബാഡ് ബോയ്, ആക്ച്വലി വിക്രം ഒരു ബാഡ് ബോയ് ഇമേജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ലേഡീസിന് ഞാൻ അറിഞ്ഞിടത്തോളം നമുക്ക് ഈ ഒരു റഫ് ആൻഡ് ടഫ് ബട്ട് ഇൻസൈഡ് സോഫ്റ്റ് ആൻഡ് യുനോ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആണുങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നും. പുറത്ത് ഭയങ്കര ടഫായിട്ട് ഉള്ളില് ഒരു സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശ്രീകാന്തിന് കിട്ടിയിരിക്കുന്നത്, വിക്രം എന്നൊരു ക്യാരക്ടർ. ബിക്കോസ് ഭയങ്കര റഫ് ആണെങ്കിലും ലേഡീസിനെ ഒരു ജനറലി ലേഡീസിനെ റെസ്പെക്ട് ചെയ്യുന്ന, അമ്മയെ ഇഷ്ടപ്പെടുന്ന, അച്ഛൻ ഇത്ര തള്ളി പറഞ്ഞിട്ട് പോലും ഒരു റെസ്പെക്റ്റോടെ എപ്പോഴും സംസാരിക്കുള്ളൂ, ഒരിക്കലും കയർത്ത് സംസാരിക്കില്ല. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എന്തായാലും പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്? അത് ആവശ്യം വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതെവിടെ പ്രയോഗിക്കുന്നത് മേഖല? അത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. നമ്മളവിടെ പ്രയോഗിക്കും. ഈ ഒരു അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ശരിക്കും പറഞ്ഞാൽ TV റേറ്റിംഗ് 11.2 ഒക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ. അപ്പം ആ ഒരു ഫാൻ മൊമെന്റ്, വിക്രം വേദയുടെ ഒരു ഫാൻ മൊമെന്റ്, അത് ഒന്ന് റെക്കലക്ട് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് അറിയുന്നത്. ആക്ച്വലി അത് നമ്മളിപ്പോ ഈ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അത് ജസ്റ്റ് നമ്മളും നമ്മളുടെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉള്ളൂ. സോ പക്ഷെ ഈ സീരിയലൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങി നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ഒരു അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഹോസ്പിറ്റൽ ഷൂട്ടിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ രോഗികളാണ്. എന്നാൽ പോലും ഹാപ്പിയാണ്. നമ്മളടുത്ത് വന്ന് സംസാരിക്കാൻ, ഫോട്ടോ എടുക്കുക, അവർക്ക് ഭയങ്കര, അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മളവിടെ. നമ്മൾ ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അതെ. പിന്നെ ഞാൻ ആക്ച്വലി കണ്ണൂർ അമ്പലത്തിൽ പോയിരുന്നു, പറശ്ശിനിക്കടവ്. സോ അവിടെ പോയപ്പോഴും നമ്മൾക്ക് ഇത്രയും പബ്ലിക്കുള്ള സ്ഥലത്ത് നമുക്ക് അത് അറിയാൻ പറ്റും ജെന്യുവൻ ആയിട്ട്. എല്ലാവരും വന്ന് നമ്മളെ കൈ പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ആൻഡ് അവർക്കത് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഓക്വേർഡ്നെസ് ഇല്ല. നമ്മളെ ഡെയിലി കാണുന്നുണ്ട്, അവരുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ്. സോ അവരെ ഇങ്ങനെ വന്നിട്ട് ഓക്വേർഡ് ആയിട്ടൊന്നും നിൽക്കില്ല. അയ്യോ മോളേന്ന് പറഞ്ഞ് കൈ കറിയില്ല പിടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സോ അപ്പോഴാണ് നമുക്ക് ജെന്യുവൻലി അറിയാൻ പറ്റുന്നത് ഇതിന്റെ റീച്ചും ഇത് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ നമ്മുടെ കുറെ ഫാൻ പേജുകളുണ്ട് ഒക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കര നമ്മളൊന്ന് ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വന്ന് ഉണ്ടാക്കി അവരൊരു ഗ്രൂപ്പായിട്ട്. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് അവര് വലിയൊരു സർപ്രൈസ് തന്നു. അതായത് ഞാൻ പോലും ശരിക്കും ഞെട്ടി, ഞാൻ ഇമോഷണൽ ആയിപ്പോയി. അങ്ങനത്തെ ഒരു സർപ്രൈസ് തന്നെ. അതായത് മുംബൈയിലെ കുറച്ച് ഓർഫനേജിലുള്ള പിള്ളേർക്ക് അവർ ഫുഡ്
ബർത്ത്ഡേയുടെ അന്ന് അവര് ഫുഡ് കൊടുത്തു. ശ്രീകാന്തിന്റെ എന്റെ വലിയ ഫ്ലെക്സ് ഒക്കെ കൊടുത്ത് അവർക്ക് ഫുഡ്. അതായത് അവിടെ ചേരിയിലൊക്കെ ഉള്ള കുറെ കുട്ടികളാണ്, അമ്മയും അച്ഛനൊന്നും ഇല്ലാത്ത. അപ്പൊ അവർക്ക് ഒരു നേരത്തെ ഫുഡ്, ബിരിയാണി, വെള്ളം, ഐസ്ക്രീം ഒക്കെ വെച്ച് ഒരു അന്നദാനം പോലെ അന്ന് നടത്തിയത്. അപ്പൊ എനിക്ക് അതൊക്കെ കാണുമ്പോ നമ്മള് വിളിച്ചു പറഞ്ഞതായിരുന്നു. അവര് വീഡിയോ എനിക്ക് അയക്കുകയാണ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കാണിച്ചു തരാം. അപ്പൊ അത് കണ്ടപ്പോ ശരിക്കും ഞെട്ടി. ഒട്ടും പ്രതീക്ഷയില്ല. അവരൊരു സർപ്രൈസ്, എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരും എന്നറിയാം. അവര് കേക്ക് അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷർട്ട് ചിലപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അവര് നമുക്ക് കുറെ ഗിഫ്റ്റ് കാര്യം. പക്ഷെ ഇത് ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പം സുരഭിയെ ഓൾറെഡി നമ്മളിപ്പം ബിഗ് സ്ക്രീനിലാണെങ്കിലും ഒരു പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീകാന്തിൻ്റെ ഒരു ജേർണി ടു ആക്ടിങ് ടു മിനി സ്ക്രീൻ എങ്ങനെയാണെന്ന് പറയാമോ? ഞാൻ ശരിക്കും നാടകത്തിൽ നിന്നാണ് പ്രൊഫഷണൽ നാടകം അല്ല, അമേച്ചർ. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. അടിപൊളി. സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഡിഗ്രിയും PG ഒക്കെ ചെയ്തത്. അപ്പൊ അതിന് മുമ്പ് ഞാൻ BCom ചെയ്തു. അത് പക്ഷെ കംപ്ലീറ്റ് അത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പോർഷൻ ആയതുകൊണ്ട് നമ്മളത് പിന്നെ വിട്ട്. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരാൻ കാരണം സ്കൂളിൽ കാലം തൊട്ടേ നാടകം, ഇത് കലോത്സവത്തിനൊക്കെ നാടകം ചെയ്യലും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചെറിയ പ്രൈസ് കിട്ടലും. അപ്പൊ നമുക്ക് പറ്റിയ പണി കുറച്ചും കൂടി ഇത് പറ്റുന്നതാകുമ്പോൾ അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂരെ കുറിച്ച് കേട്ടു അവിടെ പഠിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ആക്ടിങ്ങിന്റെ വേറൊരു തലത്തിൽ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉള്ളൊരു അതിൽ തന്നെ സ്ട്രേറ്റ് ഫോക്കസ്ഡ്. അതെ. പിന്നെ അതാണ് നമ്മുടെ പരിപാടി എന്ന് മനസ്സിലായി. പിന്നെ സുരഭി തെലുങ്കൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ? തെലുങ്കല്ല, കന്നഡ. ബാംഗ്ലൂരല്ലേ? ഞാൻ ബ്രോട്ടപ്പ് ബാംഗ്ലൂർ ആയിരുന്നു. ഞാൻ അവിടെ ഹൈക്കോടതിയിൽ 4 വർഷം പ്രാക്ടീസ് ചെയ്തു. വക്കീലും കൂടെയാണ്. സോ പവിത്രം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് 15 ഡേയ്സ് നമ്മൾ ഇതിന് കമ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും പ്രാക്ടീസും കൂടെ കൊണ്ടുപോകാൻ. സോ അങ്ങനെ അതായിരുന്നു എൻ്റെ പ്രൊഫഷൻ കുറച്ച് നാള്. സോ അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഹസ്ബൻഡിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി പറഞ്ഞത്, സോ ഞാൻ കൊറോണയൊക്കെ ആയപ്പോൾ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. കുറേ നാൾ നമുക്ക് ഒന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നിനക്കൊരു പ്രൊഫഷനുണ്ട്, സോ ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഈ ടൈം നമ്മൾ കളയാതെ അതെന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. 2020 പ്രാക്ടീസ് തുടങ്ങി. സോ അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. ഇനി ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. എനിക്ക് പ്രാക്ടീസ് ഇഷ്ടമായിരുന്നു. ബട്ട് വൺസ് എൻ ആർട്ടിസ്റ്റ് ഓൾവേസ് എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് കുറെ അധികം നാള് ക്രിയേറ്റിവിറ്റിന്ന് ദൂരെ നിൽക്കാൻ പറ്റില്ല. എത്രത്തോളം നമ്മളൊരു പ്രൊഫഷൻ. സോ വക്കീല്, ലോ എന്നുള്ള പ്രൊഫഷനിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഇറ്റ്സ് മോർ ലോജിക്കൽ ഒരു ഫീൽഡാണ്. അപ്പം അങ്ങനെ ആയപ്പോൾ ഒരു പോയിന്റ് ഞാൻ കല്യാണമായി എൻ്റെ. അങ്ങനെ ഞാൻ ബോംബെയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെയും റീസ്റ്റാർട്ട്, ലൈഫ് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, അയ്യോ ഓക്കെ ഇനി ഇവിടെ എന്ത് ചെയ്യും, പുതിയ സിറ്റി, പുതിയ ഫാമിലി, പുതിയ ആളുകൾ. സോ അങ്ങനെ ഞാൻ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് പവിത്രൻ്റെ ഓഫർ വന്നത്. സോ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഇത് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടീസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക ബോംബെയിൽ. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്താണ് നിനക്ക് ആക്ച്വലി എനിക്കറിയാം നിനക്ക് രണ്ടും ഇഷ്ടമാണ്, ബട്ട് വാട്ട് മേക്സ് യു ഹാപ്പി? He is also a creative person. Yes, he is a singer. So അദ്ദേഹം അമേരിക്കൻ എക്സ്പ്രസ് പേറ്റിയത്തിലൊക്കെ വർക്ക് ചെയ്ത് ക്വിറ്റ് ചെയ്ത് MBA ഉള്ള ആളാണ്. ക്വിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി ആക്ടിങ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ, യു ഓൾറെഡി ഹാവ് യുവർ ആൻസർ, പിന്നെ അത് ഓവർ തിങ്ക് ചെയ്ത് എന്തിനാ, ജസ്റ്റ് ഡു ഇറ്റ്. എന്നിട്ട് നമുക്ക് വേറൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും യു ഡിൻ ലൈക്ക് ഇറ്റോ എന്തെങ്കിലും ആയാലും യു കെൻ ഓൾവേസ് കം ബാക്ക്. ബട്ട് നമുക്ക് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കണ ഇറ്റ് ഷുഡ് ബി ടു വാട്ട് മേക്സ് യു ഹാപ്പി. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്
നമ്മൾ എത്ര വർക്ക് ചെയ്താലും കംപ്ലൈന്റ് ചെയ്യുമായിരിക്കും, അയ്യോ വർക്ക് കൂടിപ്പോയ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി. നമുക്ക് എക്സോഷൻ ഫീൽ ചെയ്യില്ല, അങ്ങനെ ലൈക്ക് ലൈഫ് ടയേർഡായിട്ട് തോന്നില്ല. നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലിയിൽ നമ്മൾ കഷ്ടപ്പെടുന്ന കാട്ടി ഇഷ്ടമുള്ള ജോലിയിൽ കഷ്ടപ്പെടുന്നതാണ്. സോ അങ്ങനെ വരുമ്പോ അല്ലേ നമുക്ക് ലൈഫ് മടുക്കില്ല, ആ മടുപ്പ് തോന്നില്ല. സോ അത് ഇപ്പം ഈ ഷൂട്ടിന്റെ ഇടയിൽ ശ്രീകാന്തിന് ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നു? പിന്നെ ഉണ്ട്. എനിക്കിപ്പോ അതൊരു സിസ്റ്റം തന്നെ ഉണ്ട്. എന്റെ പിന്നെ അറിയാലോ ഇനി ശ്രീകാന്തിന്റെ ഞാൻ സിംഗിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. സിഗ്മയാണെന്ന് പറയരുത്. അത് പറയുന്നില്ല. വേറെ വേർഡ്സ് പറയാം. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ്? വീട് ശരിക്കും തൃശ്ശൂർ ജില്ലയിൽ ദേശമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്, സ്കൂൾ ഓഫ് ഡ്രാമ. ദേശമംഗലത്താണ്. ദേശമംഗലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ്. പിന്നെ വീട്ടിൽ ഇപ്പം അമ്മയുള്ളത്, അച്ഛൻ മരിച്ചുപോയി ഇപ്പം അടുത്ത്. പിന്നെ ചേച്ചിയുണ്ട്, അളിയൻ, ഞാനും ചേച്ചി, അളിയൻ, അമ്മ, ചേച്ചിയുടെ കൊച്ചി, ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ എനിക്കൊരു ചെറിയ പപ്പിയുണ്ട്, ബട്ടർ. ഓ, ഫാമിലി കലാപരമായിട്ട് എൻ്റെ ചേച്ചിയൊക്കെ പാട്ട് പാടുമായിരുന്നു, ഇങ്ങനെ ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മ അതുപോലെ പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് അങ്ങനെ ഫാമിലിയിൽ ഈ ഉള്ളിൽ ഈ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് തോന്നിയപ്പോഴേ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ആക്ച്വലി ഇതിൽ സ്പാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ സ്കൂളിൽ നാടകം ചെയ്യുന്ന സമയത്താണ് നമുക്കിത് ഇഷ്ടമാവുന്നുണ്ട് എന്ന് തോന്നുന്നത്. കാരണം ഞാൻ പഠിക്കാൻ അത്ര നല്ലതായിരുന്നില്ല, മോശമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ ഈ ക്രിയേറ്റീവ് സൈഡിൽ കുറച്ച് അപ്പുള്ള ആൾക്കാർ അക്കാഡമിക് സൈഡിൽ കുറച്ച് ഡൗൺ ആയിരിക്കും. അപ്പൊ ഞാൻ സ്കൂളിലൊന്നും വേറെ കാര്യത്തിന് തന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ അത്ര പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ സ്കൂളിൽ നാടകം ചെയ്യുമ്പോൾ ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടുന്നു. അപ്പോഴാണല്ലോ നമ്മളെ അസംബ്ലിയിലേക്ക് വിളിച്ചിട്ട് ഇതൊക്കെ തരും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതില് ഞാൻ കുഴപ്പമില്ല. അപ്പൊ മനസ്സിലായി ഇതാണ് പരിപാടി എന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ നാട്ടിലെ എന്റെ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇതേ താല്പര്യമുള്ളവർ. അപ്പൊ അവരെയും കൂടെ കിട്ടിയപ്പോ ഞങ്ങൾ കുറച്ചും കൂടെ പിന്നെ കേരളോത്സവത്തിന് നാടകം ചെയ്യാൻ തുടങ്ങി, ക്ലബിന് വേണ്ടിയിട്ട് നാടകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നാടകം ചെയ്തു. പിന്നെ അതായി. പിന്നെ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അവന്മാര് സിനിമ നാടകം എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ. പിന്നെ നമ്മളതങ്ങ് മുദ്ര കുത്തി ഇവര് അതൊക്കെയാണെന്ന്. പിന്നെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ സിനിമ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണം, സീരിയൽ എന്നുള്ള കാര്യം ആ സമയത്തൊന്നും ആലോചിച്ചില്ല സത്യം പറയാം. സിനിമയാണല്ലോ എല്ലാവരും പെട്ടെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറെ ആക്സിഡന്റൽ ഫോൾ ആയിരുന്നു അതിനകത്ത്. അല്ല, ഞാനിത് ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് വന്നതാണ്. അതായത് ഇങ്ങനൊരു സീരിയലിലൊരു ലീഡ് റോളിന് വേണ്ടിയിട്ടൊരു സ്ക്രീനിങ് നടക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുന്ന എന്റെ ഫ്രണ്ട് വിളിച്ച് പറയും. ഞാൻ പോയി, ഞങ്ങൾ ഒരുമിച്ച് പേര് നോക്കാൻ. എനിക്ക് തോന്നുന്നു സുരഭിനെ അതിന് മുമ്പ് ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ പേര് നോക്കാൻ വേണ്ടിട്ട് കുറെ ഞാൻ ഒരു 1 ഡേ 3 മെയിൽ ആർട്ടിസ്റ്റിന്റെ ഓഡിഷൻ ചെയ്തു ഇതേ ക്യാരക്ടർ പേരിങ് നോക്കാൻ വേണ്ടി. അങ്ങനെ അതില് നമ്മള് ആണ് അങ്ങനെയാണ് പിന്നെ വരുന്നത്. ഇൻ ബിറ്റ്വീൻ ചെയ്യട്ടെ, ഇപ്പം കുറെ തിയേറ്റർ നാടകങ്ങളൊക്കെ ചെയ്തു, ഈ ഒരു നാടക മേഖലയിലുണ്ട് കുറച്ചൊന്നായിട്ട്. അതിൽ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ഏതാണെന്ന് പറയുന്നത്? ഞാൻ ചെയ്ത ഞാൻ വിജയ് ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ട്, ഫ്രണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു നാടകത്തിൽ ബാപ്പു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ അല്ല കേട്ടോ, വിക്രമിന് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ഭയങ്കര പാവാണ്, അങ്ങോട്ട് തല്ലിയാൽ പോലും അടുത്ത കളി അത്രയും പാവപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ഭയങ്കര. പക്ഷെ അതാണ് എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു സാധനം എനാക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് കഴിഞ്ഞു. അത് ഞാൻ 2015 അത് ചെയ്തത്. ലാസ്റ്റ് ചെയ്തത് അല്ലല്ല, ലാസ്റ്റ് ചെയ്തതല്ല. ലാസ്റ്റ് ഞാൻ PG പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു അഗത ക്രിസ്റ്റിയുടെ മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ചെയ്തിട്ടുണ്ട്. അതില് ട്രോട്ടർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ആണ് അതല്ല, അല്ല മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചെയ്ത്. അതില് ഡിറ്റക്റ്റീവിന്റെ ക്യാരക്ടർ ഞാനാ ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഡ് ക്യാരക്ടർ. അപ്പൊ അതില് ആ ക്യാരക്ടറൊക്കെ അത് പിന്നെ നാടകം നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മള് റിഹേഴ്സൽ ഇതേപോലെ അല്ല. ഇവിടെ വന്നപ്പോ എനിക്ക് ശരിക്കും നാടകം ചെയ്തതിന്റെ ഗുണങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. കാരണം നമ്മള് ആക്ടിങ് അങ്ങനെ പഠിച്ചതിന്റെ നമ്മൾ ചെയ്തതിന്റെ ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഡിഫറെന്റ് ആണ് ശരിക്കും. സിസ്റ്റമാറ്റിക് നമ്മളത് റിഹേഴ്സൽ ചെയ്തിട്ടാണ് 10 പ്രാവശ്യം
ഒരു 10-20 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 20 തരത്തിൽ അത് ചെയ്ത് നോക്കി ഓക്കെ നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു സാധനം. ഇതല്ല, പ്രോംപ്റ്റ് ചെയ്യുന്നു, അത് കേട്ടിട്ട് നമ്മൾ പറയുന്നു, പിന്നെ അടുത്ത ടേക്കാണ്. അത് മാക്സിമം നമുക്ക് ഇങ്ങനെ ഒരു ദിവസം മൊത്തം റിഹേഴ്സൽ ആണെങ്കിൽ സീരിയലിൽ അത് ഒരിക്കലും പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പം സുരഭി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം കന്നഡയിൽ എത്രത്തോളം ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം കുട്ടനാടൻ മാർപ്പാപ്പയിലൊക്കെ ക്യാരക്ടറൊക്കെ ചെയ്തു. അപ്പം ആ ഒരു ഫെയിം എപ്പോഴെങ്കിലും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ കന്നഡയിൽ 2 പടം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ചില ജഡ്ജസ് വരെ എൻ്റെ ആ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ക്ലയന്റ് വെറുതെ പൊക്കോട്ടെ. ഇല്ല അത് അൺബയസ്ഡ് ആണ്. ബട്ട് അത് നമുക്കറിയാൻ പറ്റുമല്ലോ. ലൈക്ക് സാഗരൻ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഓഫ് സ്ക്രീൻ ഭയങ്കര ലോക്കിയാണ്. ഞാൻ ഓഫ് സ്ക്രീൻ ഷൂട്ട് ചെയ്യാ, വീട്ടിൽ പോവാ, അല്ലാതെ. സോ എന്നെ അറിയുന്നത് പ്യുവർലി ഞാൻ അഭിനയിച്ച വർക്ക്, പവിത്രം ഫിലിംസ്, അല്ലാതെ ഓഫ് സ്ക്രീൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. ആൻഡ് അങ്ങനെ അധികം ഇന്റർവ്യൂസ് കൊടുക്കാറില്ല, അധികം പുറത്ത് വരാറില്ല, കുറച്ച് ഇൻട്രോവേർട്ട്. ക്ലയന്റ് വരുമ്പോഴേക്കും എടാ അവര് സീരിയലിന് സിനിമയിലൊക്കെ ഉണ്ട്, അവര് മുടിഞ്ഞ റേറ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? ഏതാ കേസുമായിട്ട് ക്ലയൻസ് നോ പകുതി കൂടെ ക്ലയൻസിന് ഞാൻ സിനിമ അഭിനയിച്ചറിയില്ല. ബിക്കോസ് ഞാൻ ഇവിടെ കേരളത്തിൽ എൻ്റെ മെജോറിറ്റി ഓഫ് വർക്ക് ഇവിടെയാണ്, കേരളത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. സോ ഞാൻ അവിടെ വർക്ക് ചെയ്ത അവിടെയാണ്. സോ അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ചിലവരൊക്കെ എൻ്റെ കന്നഡ ഫിലിംസ് കണ്ടിട്ട് അറിയാം. ബട്ട് അതും ഇതും ഞാൻ അവരാ ടോപ്പിക് എടുത്താലും ഞാൻ ഓക്കെ നമുക്ക് കേസിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ടോപ്പിക് ഇങ്ങോട്ട് മാറ്റും. ബിക്കോസ് അതും ഇതും വേറെ വേറെ പ്രൊഫഷൻസ് ആണ്. അപ്പം ഞാൻ അങ്ങനെ അധികം മിക്സ് ചെയ്യാൻ, ബിക്കോസ് അവർക്ക് ഒരിക്കലും തോന്നരുത് ഓക്കെ ഈ കുട്ടിക്ക് ഈ പണി ആ പണി ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ കുട്ടിക്ക് ഈ പണി തോന്നരുത്. സോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് എടുക്കും ഇതിലോട്ട് ഫോക്കസ് ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് അതിലാണ് ഫോക്കസ് അറ്റ് ദാറ്റ് പോയിന്റ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ I was born in Trivandrum. Trivandrum ആണ് എൻ്റെ നാട്. But I was brought up, എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. സോ ഞാൻ വളരെ ചെറുപ്പത്തിലേ ഇവിടുന്ന് ഷിഫ്റ്റായി, പിന്നെ കുറച്ച് ട്രാവൽ ചെയ്തു, പിന്നെ അച്ഛൻ റിട്ടയർ ചെയ്തു, നമ്മൾ സെറ്റിൽ ചെയ്തത് ബാംഗ്ലൂരാണ്. സോ എൻ്റെ ലൈഫിൻ്റെ ഒരു 3/4 ഞാൻ ബാംഗ്ലൂരാണ്. പിന്നെ ഇപ്പോൾ കല്യാണമായിട്ട് മുംബൈയിലോട്ട് ഷിഫ്റ്റായി. ഫാമിലി എങ്ങനെ ഇപ്പം നിങ്ങൾ മുംബൈയിൽ സെപ്പറേറ്റ് ആണോ താമസിക്കുന്നത്, അതോ ബാക്കി അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ഇവിടെ? എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ബാംഗ്ലൂരാണ്. എൻ്റെ ഫാദറിൻ്റെ പേരൻസ് അവർ നമ്മളുടെ കൂടെ മുംബൈയിലും താമസിക്കാറുണ്ട്. പിന്നെ കണ്ണൂരാണ് അവരുടെ സ്ഥലം. സോ ഒരു മോളാണോ? ഞാനോ? അല്ല, എനിക്കൊരു ചേട്ടനുണ്ട്. സോ അദ്ദേഹം കാനഡയിലാണ്, കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. സോ ഒരേ മോളൊന്നേ ഉള്ളൂ, മക്കള് 2 ഉണ്ട്. അങ്ങനെയാണ്. ഈ ഇപ്പം 15 ദിവസം ഇവിടെ ഷൂട്ട്, അവിടെ ചെല്ലുമ്പോഴേക്കും ഇത് മിസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒരു പരിപാടി എങ്ങനെ, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ മീറ്റ് ചെയ്യാറുണ്ടോ? ആക്ച്വലി 2025 ജൂൺ എത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ 2 വീക്ക് സൈക്കിളിലാണ്. 2 വീക്ക് ഷൂട്ട് ചെയ്യുക, 2 വീക്സ് റെസ്റ്റ് എടുക്കുക, 2 വീക്സ് വീട്ടിൽ പോയി സമയത്ത് കിട്ടാറില്ല. അതായത് പണ്ട് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കല് വളരെ കുറവാണ്. ഇത് വളരെ ശനിയാഴ്ചക്ക് വന്ന് ഞായറാഴ്ച പിന്നെ വീട്ടിൽ ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ തൃശ്ശൂർ ഞങ്ങൾക്ക് ഒരു വീടുണ്ട്. നമ്മള് തിയേറ്റർ പരിപാടികളും ഞാനിപ്പോഴും നാടക ക്യാമ്പുകൾ എടുക്കലും അല്ലെങ്കിൽ സ്കൂൾ കലോത്സവത്തിന് വേണ്ടി നാടകം പഠിപ്പിക്കലൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ ഇതിന് വന്നതിന് ശേഷം ഉണ്ടായില്ല. അതിന് മുമ്പ് തിയേറ്റർ വർക്ക്ഷോപ്പുകൾ, കുട്ടികൾക്കുള്ള തിയേറ്റർ വർക്ക്ഷോപ്പുകളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. എനിക്കൊന്നും ഇതിന്റെ ഷൂട്ട് നടക്കുമ്പോ തന്നെ ഞാൻ അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നാടകം ചെയ്തു, കോമ്പറ്റീഷനും ചെയ്ത്. അപ്പൊ എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു 3 ദിവസം വീട്ടിൽ നിൽക്കും, 3 ദിവസം തൃശ്ശൂർ നിൽക്കും, 3 ദിവസം ചിലപ്പോൾ കോളേജിൽ പോയിട്ട് അവിടെ സാർമാരെയൊക്കെ കണ്ട് അവിടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അപ്പോഴേക്കും പിന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാൻ സമയമാവും. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 19 വരെ ഷൂട്ടുണ്ട്. 20 എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 21 ഒരു 8-9 ദിവസം കൊണ്ട് വീണ്ടും തിരിച്ചു വരണം. ഇപ്പം ഈ സ്റ്റോറിയിലെ കുറെ അപ് സ്വിങ്സ് വരും, എല്ലാ സ്റ്റോറിയിലും അപ് സ്വിങ്സ് വരും. ഇപ്പം ചില സമയത്ത് റൊമാൻറ്റിക് ആയിരിക്കും, പിന്നെ കുറച്ച് ഫാമിലി സ്റ്റോറി ആയിരിക്കും, പിന്നെ ചിലപ്പം സ്ട്രഗിൾ, ഫൈറ്റ്, കോടതി, പോലീസ്, അങ്ങനെ. ഇതിൽ ഈ നമ്മൾ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു
സഡൻ ഒരു ഫ്ലക്ച്വേഷൻ വന്നു, ഹൗ ഡു യു മാനേജ് ഇറ്റ്? ദാറ്റ്സ് പാർട്ട് ഓഫ് സീരിയലിൻ്റെ ഒരു സ്റ്റോറി. ജനറൽ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ബട്ട് ദെൻ സി യു കെ ഇപ്പോൾ ഒരു 3 years ആക്ടറിന് ഉള്ള രീതി. നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ എവിടെയാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. നമുക്ക് അങ്ങനെ കംഫർട്ട് സോൺ ഇല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടർ കംഫർട്ട് സുല്ലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുല്ലേട്ടന് ഈ റൊമാൻറ്റിക് സീനുകൾ വരുമ്പോ അതെടുക്കാൻ ഭയങ്കര, ആക്ഷൻ സീൻസ് വരുമ്പോ അതെടുക്കാൻ ഭയങ്കര സെന്റിമെന്റൽ സീൻ അതെടുക്കാൻ, അതായത് പുള്ളിക്ക് എല്ലാം ഭയങ്കര, അതുപോലെ കോമഡി അതെടുക്കാൻ. അതെ, പിന്നെ നമുക്കൊരു സെയിം ചില നമ്മൾ കുറെ നാള് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ ഇപ്പൊ ദേഷ്യം വരുമ്പോ ഒരേ എക്സ്പ്രഷൻ, എവിടെ ദേഷ്യം വരണോ ഈ എക്സ്പ്രഷൻ കാണും, എവിടെ സങ്കടം വരണോ ഈ എക്സ്പ്രഷൻ, കുശുമ്പ് വരണോ പുള്ളിക്ക് അത് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ നമ്മള് ഒരേ എക്സ്പ്രഷൻ ഒരു 2 days കണ്ടിന്യൂസ് ഇട്ടാ പുതിയ ചെയ്തല്ലേ. ഇപ്പൊ എപ്പോഴും ഒരേ രീതിയിൽ ഇപ്പൊ ഒരേ നടക്കുന്നുണ്ട്. പിന്നെ റൈറ്റർ ഗിരി സാറാണെങ്കിലും വിളിച്ചിട്ട് നമ്മുടെ പറയടാ ഇതിങ്ങനെ ചെയ്യണം, ആ സമയത്ത് ഇങ്ങനെ സജഷൻസ് പറയും. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവരുടെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് ബിൽഡ് ചെയ്ത് പോകുന്നത്. ഒരു മീൻസ് ഒരു ബോക്സ് ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ നടക്കുകയല്ല. അത് എടുത്തിട്ടാല് അപ്പൊ പറയും മാറ്റാൻ. അതൊന്നും ഒരു റുട്ടീനാക്കാൻ സമ്മതിക്കും. കുറെ പേര് പറയുന്നത് വിക്രമിന് വേദേനെ കുറച്ചും കൂടെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറയും. അതിപ്പോ പുറത്തൊക്കെ പോകുമ്പോ പറയും വിക്രം കുറച്ചും കൂടെ ആറ്റിറ്റ്യൂഡ് മാറ്റി വേദേനെ ഇഷ്ടപ്പെടണം, കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, അങ്ങനെയൊക്കെ പറയും ആളുകൾ. അത് നമ്മുടെ ക്യാരക്ടറോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് കൂടുതൽ പറയുന്നത്. ഇപ്പം നമ്മൾ സ്ട്രഗിൾ ആൻഡ് ഹാർഡ് വർക്ക് പേ ഓഫ് എന്ന് പറയുമല്ലോ. ഇപ്പം ശ്രീകാന്ത് ഓൾ ദി വേ ഫ്രം ആക്ടിങ് അങ്ങനെ വന്നു. എത്ര ചാൻസ് ചോദിക്കാൻ വന്നിട്ടുണ്ട്? ഞാൻ ഓഡീഷൻസിന് ഒരുപാട് പോയിട്ടുണ്ട്. ഓഡീഷൻസിന് ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിന്റെ ഓഡീഷൻ വരെ ഞാൻ പലവരുമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്. അതേപോലെ കുറെ ഓഡീഷൻസിന് പോയിട്ടുണ്ട്. ഓഡീഷൻ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചാൻസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു വഴി ഇതല്ല. അങ്ങനെ ആരും വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടൊന്നുമില്ല. ഓഡീഷൻ ഓപ്പൺ ഓഡീഷൻ കാസ്റ്റിംഗ് കോഡ് വരുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ എവിടെയെങ്കിലും ഓഡീഷൻ ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യും. അങ്ങനെ അതാണ് ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. സുരഭിക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ അധികം ഓഡിഷൻസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഫിലിംസിലോട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അധികം ഞാൻ ചെയ്ത ഓഡിഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓഡിഷൻ എനിക്കൊരു ലക്കിയല്ല. ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അല്ലേ, ഇത് മാത്രം. ഇപ്പം നിങ്ങളിപ്പോൾ ഇത്ര ഒരു ഹൈപ്പിൽ നിൽക്കുന്നു, ഇത്രയും ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് റിവീൽ ചെയ്യും? ഇയർ ഓഫ് ബർത്ത് പറയുന്നില്ല, പറയാം. ശരി, ആയിക്കോട്ടെ. ജൂൺ 10, 19th October. ഇപ്പം യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസിൽ സുരഭിയുടെ പ്രായം ഇതാണ്, ശ്രീകാന്തിൻ്റെ പ്രായം ഇതാണ്. ശ്രീകാന്തിന് പ്രായം 27 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതെന്തായാലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്രാമ സ്കൂളിൽ ചെയ്ത് PG ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഒരേ പ്രായമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട് എവിടെ ആയിരിക്കും? ഞാനോ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ഫ്രണ്ട്സ് എവിടെയാണോ അത് നല്ല ഹാങ് ഔട്ട് സ്പോട്ട് ആയിട്ട് തോന്നാറുണ്ട്. സ്പോട്ടല്ല പ്രധാനം, ആളുകളാണ്. ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എവിടെ ആയിരിക്കും? എനിക്കിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് മാറി നിൽക്കുമ്പോ ബാംഗ്ലൂർ വീട് എനിക്ക് തൃശ്ശൂരായിരിക്കും കുറച്ചും കൂടെ. വീട് നാട്ടിൻപുറം ഒക്കെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, എവിടെ പോയിട്ടും തൃശ്ശൂരങ്ങ് വന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ ഏരിയ ആണ് അത്. നമുക്ക് അതവിടെ എല്ലാം നമുക്ക് കാണാപ്പാടാണ്. ഇന്ന ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ പോവാം. അങ്ങനെ പിന്നെ മെയിൻ ആയിട്ട് ഡ്രാമ സ്കൂൾ അവിടെയാണ്. ഇപ്പൊ ഇടയ്ക്ക് കോളേജിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ആ സമയമൊക്കെ ആലോചിക്കണമെങ്കിൽ കോളേജിൽ പോയി ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കും, തൃശ്ശൂരായിരിക്കും. ഫേവറേറ്റ് ഫുഡ്? എനിക്ക് നാടൻ ഫുഡ് തന്നെയാണ് ഇഷ്ടം. പൊറോട്ട ബീഫ്, ചോറ്, മീൻകറി,
എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നാലും ഇഷ്ടമാണ്. പുട്ടും കടലയും അപ്പം മുട്ടൊക്കെ. ഞാൻ ബാംഗ്ലൂരാണ്, പെട്ടെന്ന് ക്രോസോ അങ്ങനെ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടി ലഞ്ച് കഴിക്കില്ല? പക്ഷേ ഐ ആം മോസ്റ്റ് എക്സൈറ്റഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി രണ്ടും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രൊഡക്ഷൻ ഫുഡിന്റെ ഹൗ ഡു യു റേറ്റ്? അയ്യോ, അത് പ്രൊഡക്ഷൻ ഫുഡ് ഭയങ്കര മൂടി ഗേൾഫ്രണ്ട് പോലെയാണ്. ചില ദിവസം അങ്ങനെയാ, മോശമാണെന്നല്ല, പക്ഷെ എന്നാലും അത് അങ്ങനെ ചില ദിവസം നല്ല ഫുഡായിരിക്കും. ഒരേ കറി ചിലപ്പോഴൊക്കെ ഓരോ ദിവസം ഓരോ രീതിയിലാണ്. മൂഡിൽ ബേസ് ചെയ്തിട്ടാണോ ആ ടേസ്റ്റ് ഫ്ലക്ച്വേഷൻ വരുന്നത്? എനിക്കൊന്ന് കുക്കിന്റെ മൂഡ് അനുസരിച്ചിരിക്കും നമ്മളെ ഫുഡിന്റെ ടേസ്റ്റ്. ഓക്കെ, ഇപ്പം ഇൻഡസ്ട്രിയിൽ, അതായത് സീരിയൽ ഇൻഡസ്ട്രി ആണെങ്കിൽ ശ്രീകാന്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കും? സുരഭി. സുരഭി ശ്രീകാന്തിന്റെ പേര് പറയും. ഞങ്ങള് പിന്നെ നമ്മുടെ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു, ഇതില് നമ്മുടെ വിനയ് ചേട്ടൻ ഭയങ്കര കമ്പനി ഇവിടെ സുരഭിയുടെ അച്ഛനായിട്ട് നമ്മളെ സെറ്റ് പിന്നെ ഭയങ്കര വൈബുള്ള സെറ്റാണ്. മീൻസ് ഞാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഈ ആർട്ടിസ്റ്റ് ഒക്കെ സീരിയസ് ആണെന്നാണ് ഞാൻ എന്റെ മനസ്സിൽ. അപ്പോ ഞാനും അങ്ങനെ ഇരുന്നു കുറച്ചു നാള്. പിന്നെ നോക്കിയപ്പോ എല്ലാവരുടെയും ലൈക്ക് യുനോ ഫൺ സൈഡ് വരാൻ തുടങ്ങിയപ്പോ, ഇൻക്ലൂഡിങ് അനില ചേച്ചി ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുകളല്ലേ, അനില ചേച്ചിയും ബൈച്ചേട്ടനൊക്കെ. പക്ഷെ അവരൊക്കെ ആയിട്ട് നമ്മള് ഭയങ്കര, ബൈച്ചേട്ടനൊക്കെ എന്തൊരു സ്നേഹമെന്നറിയോ. അപ്പൊ അനില ചേച്ചി അതേപോലെ തന്നെ അവരൊക്കെ നമ്മളായിട്ട് അങ്ങ് സിങ്കായി. അപ്പൊ ചില സീൻസിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചിട്ട് നമ്മള് ചിരിക്കാൻ തുടങ്ങിയാല് പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മള് ചിരിന്റെ ഇടയിൽ അഭിനയിക്കുന്നേ ഉള്ളൂ. പക്ഷെ അല്ലെങ്കിൽ സന്തോഷേട്ടനും കിരൺ ചേട്ടനും നമ്മുടെ ചേട്ടന്മാരായിട്ട് അഭിനയിക്കണം. ഇവരാണെങ്കിൽ കൗണ്ടർ സ്പോട്ടിൽ കൗണ്ടർ അടിക്കുന്ന ആളുകളാ. അപ്പൊ ഇങ്ങനെ കൗണ്ടർ പറഞ്ഞോണ്ട് നമ്മളെ ഗ്രൂപ്പും അങ്ങനെയാ. അവര് ശരിക്കും ചേട്ടന്മാരെ പോലെ ആയി. ഇപ്പൊ ആക്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആരാ? അല്ല അവര് നമ്മളൊക്കെ നമ്മളിപ്പം നമ്മളെല്ലാരും വരുന്ന ഷോർട്സ് ഒക്കെ ആകുമ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മളടുത്ത് പറയും ഞാൻ ഇവിടെ നടക്കാൻ പോവാണ്, നീ ഇടയ്ക്ക് കയറി വന്നിട്ട് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട കാർ അല്ലെങ്കിൽ ബൈക്ക്? എനിക്ക് ബുള്ളറ്റ് ഒക്കെയാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇതിൽ RX-100 ഉപയോഗിക്കുന്നത്. എനിക്ക് RX-100 അത്ര പ്രൈസ് ഉള്ളൊരു വണ്ടിയല്ല. എനിക്ക് കുറച്ചുകൂടെ കനമൊക്കെ ഉള്ള വണ്ടി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ ഉള്ളത് ഏത് വണ്ടിയാ? ഏത് കാറ് ഫിഗോ ആണല്ലോ. ബൈക്ക് ജിക്സർ എന്ന് പറഞ്ഞിട്ട് യമഹയുടെ FZ ഒക്കെ പോയതായിരിക്കുന്നത്. എനിക്ക് ബൈക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കൊരു അൺസേഫ് ആയിട്ട് തോന്നുന്ന ഒരു ട്രാൻസ്പോർട്ട് ആയിട്ടാണ് ബൈക്ക് തോന്നുന്നത്. അത് ഈ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനായിട്ട് ചെയ്തതാണ്. എനിക്ക് ബൈക്കിൽ കയറാൻ പറ്റില്ല. ബൈക്കിൽ ആരുടെ തെറ്റാണെങ്കിലും ബൈക്ക് കയറാൻ എന്ന് പറയും. നമ്മളെ തെറ്റാണെങ്കിൽ അവരുടെ തെറ്റാണെങ്കിലും ബൈക്ക് കയറാൻ വീഴുന്നതാണോ, ബൈക്ക് കയറണ്ടാവും, പെൺകുട്ടിയാണ് ബൈക്ക് കയറണ്ടാവും, ഫേസ് ഒക്കെ പോയാൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അത് ചെറുപ്പത്തിൽ അതിപ്പോഴും ഉണ്ട്. സോ കാറില് എന്റെ ഫേവറേറ്റ് കാർ എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവർ ആണ്. ബട്ട് ഐ ലൈക്ക് SUV കാർസ്. അങ്ങനത്തെ കാർസ്. ഇതിന്റെ ഇടയിൽ ചോദിക്കട്ടെ, അച്ഛൻ മിലിറ്ററിയിലാണോ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? കണ്ടാ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നും. പങ്ക്ച്വാലിറ്റിക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. 8 മണി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ 7:59 ആ സ്പോട്ടിലെത്തും. സോ അങ്ങനത്തെ ആളാണ്. ബട്ട് അല്ലാതെ എൻ്റെ കൂടെയൊക്കെ അച്ഛൻ്റെ ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? അച്ഛൻ്റെ ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. Live your life in a way that you'll be proud of yourself even when you look back. That's great. എന്ത് ഡിസിഷൻ എടുത്താലും എന്ത് ചെയ്താലും നമ്മൾ ചിലപ്പോഴൊക്കെ അറ്റ് ദാറ്റ് മൂമെന്റ് ഒരു എന്തെങ്കിലും സ്പീഡ് അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചാടാൻ നമ്മൾ ചില ഡിസിഷൻസ് ചിലപ്പോഴൊക്കെ എടുക്കുമായിരിക്കും. വിച്ച് നോട്ട് ബി റൈറ്റ്. ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടോ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടോ അങ്ങനെയൊക്കെ. പക്ഷെ പിന്നെ നമ്മൾ തോന്നും അയ്യോ റിഗ്രറ്റ് ചെയ്യും. ഈ ക്യാരക്ടർ ഒക്കെ പുള്ളി ഫോളോ ചെയ്യുന്നുണ്ടോ? എൻ്റെ അച്ഛൻ സീരിയൽ കാണും. എൻ്റെ അച്ഛൻ പണ്ട് സിനിമ കാണില്ലായിരുന്നു. ഞാൻ സിനിമ കയറിയപ്പോഴാ സിനിമ കാണാൻ തുടങ്ങി. പിന്നെ സീരിയൽ കാണില്ലായിരുന്നു. അപ്പൊ സീരിയൽ ചെയ്യാൻ തുടങ്ങിയപ്പോ സീരിയൽ കാണും. അവിടെ എങ്ങനെയാ
തൃശ്ശൂർ എങ്ങനെ? എന്റെ വീട്ടില് അച്ഛൻ ഇപ്പൊ ഇല്ല, അച്ഛനും ഇതുപോലെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മ സീരിയലുകളും എല്ലാ എപ്പിസോഡുകളും കറക്റ്റായിട്ട് ഇരുന്ന് കാണും. എന്നിട്ട് ചോദിക്കും എൻ്റെ അടുത്ത്, എടാ അടുത്ത ആഴ്ച പ്രമോല് ഇങ്ങനെ കാണിച്ചില്ല എന്താണ്ടാണ്? അപ്പൊ ഞാൻ പറയും കണ്ടറിഞ്ഞാൽ പറയും. വീട്ടിലെ അളിയനും ചേച്ചിയും അമ്മയും ഒരുമിച്ചിരുന്നിട്ടാ കാണാൻ. ഭയങ്കര ക്രിറ്റിസിസവും ഒക്കെയാണ് അച്ഛൻ എല്ലാരും. അച്ഛൻ്റെ അമ്മയുടെ ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ മോനെ നീ ഇങ്ങനെ യു ഷുഡ് ഡു സംതിങ് ലൈക്ക് ദിസ് അങ്ങനെ പറഞ്ഞത്? അവരങ്ങനെ എന്നെ ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. അവര് ഒരാളെ ഹേർട്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ. നമ്മള് സന്തോഷമായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കുക. അല്ലാണ്ട് അവരങ്ങനെ പ്രത്യേകിച്ചൊരു നിങ്ങൾ രണ്ടുപേരുടെയും അല്ല. പിന്നെ എന്താ വെച്ചാൽ ആദ്യം ഒന്നും അവർക്ക്, ഞാൻ ഭയങ്കര സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്നുള്ളൊരു സാധനമുണ്ട്. അതിന്റെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോ മാറിയില്ലേ? അത് മാറി, ഇപ്പൊ മാറി. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നിട്ട് പോലും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇനോഗ്രേഷൻസ് കിട്ടി തുടങ്ങിയോ? 2-3 ചെയ്തു നാട്ടിലെ. പിന്നെ ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അവിടെ 2-ാം തീയതി സ്കൂൾ തുറക്കുന്ന ദിവസം എന്നെയാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് ഭയങ്കര നമുക്കൊരു അഭിമാനമുള്ള കാര്യമാണ്. അവിടുത്തെ എന്നെയൊക്കെ പഠിപ്പിച്ച സാറാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്. സുരഭിക്ക് ഇവിടെ ഇനോഗ്രേഷൻസ് പോകാൻ പറ്റാറുണ്ടോ? ഇനോഗ്രേഷൻസിന് നമ്മൾക്ക് ഇൻവിറ്റേഷൻ വരും. ഡിപ്പെൻസ്, ഇവിടെ ഷൂട്ട് ഉണ്ട് അങ്ങനെയൊക്കെ ക്ലാഷ് ആയാലേ ചിലപ്പോൾ പോകാൻ പറ്റാതെ വരും. പിന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഓടും വീട്ടിലോട്ട്. അതെനിക്ക് ഒരു സന്തോഷമാണ്. വീട്ടിലിരിക്കാൻ ഭയങ്കര രണ്ടുപേരുടെ ഫേവറേറ്റ് സ്പോർട്സോ? എന്റെ ക്രിക്കറ്റ്. എന്റെ ബാഡ്മിന്റൺ. അതാണ് ബിക്കോസ് എനിക്ക് കളിക്കാൻ സ്വിമ്മിങ് എനിക്ക് ഇഷ്ടമാണ്. ഇഫ് യു കൺസിഡർ ഇറ്റ് എ സ്പോർട്ട്, ഇറ്റ് ഈസ് എ സ്പോർട്ട്. Okay. In a short period of time, I think we had fun. Yes. Thank you so much for sharing your time. ഇവർക്ക് അടുത്ത ഷോർട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ വെച്ച് 6 അടിക്കാൻ പറ്റട്ടെ, സ്മാഷ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഒരു മഴനൂലിൽ കനവുകൾ നെയ്യും